എല്ലാവർക്കും വാസ്ന മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മേടം രാശി ലഗ്നമായിട്ട് വന്ന് 12 ഭാവങ്ങളിൽ 12 രാശികൾ 12 ഭാവമായിട്ട് വന്നാൽ ഓരോ ലഗ്നത്തിന് ഓരോ രാശി ഓരോ ഭാവമായിരിക്കുമല്ലോ. അപ്പം നമ്മൾ ഇവിടെ ഇന്ന് ഇപ്പം മേടം കഴിഞ്ഞു ഇടവം രാശിയുടെ ലഗ്നം മുതലുള്ള 12 രാശികളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇടവം രാശി ലഗ്നമായി വന്നാൽ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗവും സ്വജനങ്ങളിൽ നിന്ന് അപമാനത്തോടു കൂടിയവനും തൻ്റെ സുഹൃത്തുക്കളുമായി വേർപെട്ട് ജീവിക്കുന്നവനും കലഹം, ദുഃഖം, ആയുധങ്ങളിൽ നിന്ന് ക്ഷതം, മുറിവ് ഇവയും ഇതോടൊപ്പം തന്നെ ധനനാശവും സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്, ആചാര്യം പറയുന്നുണ്ട്. അപ്പം മിഥുനം രാശി ധനഭാവമായി 2ാം ഭാവമായി വന്നാൽ സ്ത്രീജനങ്ങളിൽ നിന്ന് നിത്യം ധനം ലഭിക്കുന്നവനായിരിക്കും. അവർ മുഖേന വെള്ളി, സ്വർണ്ണാഭരണങ്ങൾ ഇവ വളരെയധികം ഉള്ളവനായിരിക്കും. വളരെ കുതിരകളും പശുക്കളും മുതലായവയൊക്കെ ഇവർക്കുണ്ടാവും. നല്ലവരുമായിട്ടുള്ള ചേർച്ചയും അനുഭവിക്കുന്നവരുമായിരിക്കും അവർ. അപ്പം കർക്കിടകം രാശി 3ാം ഭാവമായിട്ട് വന്നാൽ വ്യവസായ പ്രമുഖന്മാരായിത്തീരും. മൈത്രി ബന്ധം പുലർത്തുന്നവനായിരിക്കും. കൃഷിവനായും ധാർമ്മികങ്ങളായ കാര്യങ്ങളിലും സൽക്കാര കർമ്മത്തിലും ശ്രവണത്തിലുമൊക്കെ തൽപരനാവും. സൽസ്വഭാവം ഉള്ളവരായിരിക്കും. എപ്പോഴും മുഖപ്രസന്നതയും സന്തോഷവും ഇവർക്കുണ്ടായിരിക്കും. ചിങ്ങൻ രാശി 4ാം ഭാവമായിട്ട് വന്നാൽ വലിയ കോപിയായിത്തീരും. കോപം വിനാശകാരണവുമാക്കി തീർക്കും. തന്നിമിത്തം ഒരിക്കലും സുഖമില്ലാത്തവനായും പെൺസന്താനങ്ങൾ അധികമുള്ളവനായും ഭവിക്കുമെന്നാണ്. മാത്രമല്ല ദരിദ്രന്മാരുടെ ചേർച്ച നിമിത്തം സ്വഭാവശുദ്ധിയില്ലാത്തവനും ആയിരിക്കുമെന്ന് ആചാര്യം പറയുന്നുണ്ട്. ഇടവലഗ്നക്കാർ പൊതുവെ ഹൃദ്രോഗികളായിരിക്കാം എന്ന് പറഞ്ഞിട്ടുമുണ്ട് ആചാര്യൻ. കോപവും ദാരിദ്ര്യവും ഇടവലഗ്നക്കാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ആചാര്യൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നതും പ്രകാരം ഇത് രണ്ടും ഹൃദ്രോഗത്തിന് നിദാനങ്ങളായിരിക്കുമെന്ന് ബുദ്ധിമാന്മാർക്ക് ആഗ്രഹിക്കാവുന്ന കാര്യമാകുന്നു. അപ്പോൾ കന്യരാശി 5ാം ഭാവമായി വന്നാൽ പുത്രസന്താനങ്ങളോട് കൂടിയവനും ഭർത്തൃഭക്തിയുള്ളവനുമായിരിക്കും. പ്രൗഢകളും പാപ ആചാരങ്ങളോട് കൂടാത്തവരായിരിക്കും. ആഭരണങ്ങളിൽ പ്രിയമുള്ളവരായ സ്ത്രീ സന്താനങ്ങളുള്ളവരായിരിക്കും. അപ്പം തുലാം രാശി 6ാം ഭാവമായിട്ട് നിൽക്കുന്ന മനുഷ്യന് തൻ്റെ സമ്പാദ്യധനം നിമിത്തവും ധാർമ്മികമായ കാര്യം ഹേതുവായും സജ്ജനങ്ങളിൽ നിന്നും തൻ്റെ ബന്ധുവർഗത്തിൽ നിന്നും ഭവന സംബന്ധങ്ങളിൽ നിന്നും വൈരത്തിനിടയാകും. അതായത് വഴക്ക്, വക്കാണം ഇതിനൊക്കെ ഇടവരുത്തുമെന്നാണ് പറയുന്നത്. 7ാം ഭാവം വൃശ്ചികരാശിയായിട്ട് വരുന്നവർക്ക് വൈകല്യത്തോടും ദുഷ്ടസ്വഭാവങ്ങളോടും കൂടിയവനും നല്ല ശിക്ഷണത്തോടു കൂടിയവളെങ്കിലും ആയിരിക്കുമെന്നും പറയുന്നുണ്ട്. ഭർത്തൃസ്നേഹമില്ലാത്തവളും എല്ലാ പ്രകാരത്തിലും ഹീനയായ ഭാര്യയായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവായിരിക്കും ചേരുവാനിടയുണ്ടാകുക. അപ്പം ധനു ലഗ്നാൽ അഷ്ടമരാശിയായി വരുന്നവർക്ക് തൻ്റെ ഇരിപ്പിടത്ത് വെച്ച് ആയുധങ്ങളുടെ ആഘാതം മൂലം കൊണ്ടോ ഗുഹ്യരോഗം, അതായത് നമ്മൾ പൈൽസ്, അർഷത്താദികൾ അങ്ങനെയൊക്കെയുള്ള നാൽക്കാലികളായ ജന്തുക്കളുടെ കൊമ്പിൻ്റെയോ കുളമ്പിൻ്റെയോ ഒക്കെ താടനം കൊണ്ടോ ജനമാർഗേണയുള്ളതായിട്ടോ സഞ്ചാരവേളയിലോ അഥവാ ജലജന്തുക്കളുടെ ആക്രമണം കൊണ്ടോ ഒക്കെ മരണത്തെ പറയേണ്ടതാകുന്നു എന്ന് പറയുന്നുണ്ട്. ജനന സമയം മകരം രാശി 9ാം ഭാവമായി വരുന്നാൽ പാപകർമ്മിയായിരിക്കും എന്നാണ് പറയുന്നത്. അധർമ്മങ്ങളുമായിട്ട് കൂടുതൽ ബന്ധമുണ്ടാവും. വലിയ പ്രതാപത്തോടു കൂടിയവനും ഒടുവിൽ അധർമ്മങ്ങളിൽ നിന്നും പാപ ആചാരങ്ങളിൽ നിന്നും വിരമിച്ച് തൻ്റെ
കുലത്തിൻ്റെയും കുലജനങ്ങളുടെയും പക്ഷത്ത് ചേർന്ന് അവർക്ക് സഹായം ചെയ്യുന്നതിനുമായിട്ടും പറയുന്നുണ്ട്. അപ്പം 10-ാം ഭാവം കുംഭൻ രാശിയായിട്ട് വന്നാൽ അന്യജനങ്ങളെ വഞ്ചിക്കുകയും അങ്ങനെയുള്ള പ്രവൃത്തികളിൽ കൂടുതൽ തൽപരനായിരിക്കുകയും ചെയ്യും. ഈശ്വരവിരുദ്ധവും ധർമ്മവിരുദ്ധവുമായ വിചാരവും പ്രവൃത്തിയുമൊക്കെ ഉണ്ടാവുകവർക്ക്, അഥവാ ധൂർത്തനും അധർമ്മിയുമായിട്ടും അന്യവസ്തുക്കളിലുള്ള അത്യാഗ്രഹം കൊണ്ട് പൊതുജനമധ്യത്തിൽ അവിശ്വാസത്തോടും ജനങ്ങളുടെ വിരോധത്തോടും കൂടിയവനായിരിക്കും. മീനം രാശി 11-ാം ഭാവമായിട്ട് വന്നാൽ ജാതകന് തൻ്റെ മിത്രങ്ങളിൽ നിന്നും രാജ്യമാന്യതയിൽ നിന്നും മനോഹരവും അർത്ഥവത്തുമായ സംസാരം കൊണ്ടും വിനയം, നയചാതുര്യം ഇവ കൊണ്ടും എപ്പോഴും ധനലാഭം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. 12-ാം ഭാവം മേടൻ രാശിയായിട്ട് ഇരുന്നാൽ അവർ സുഖഭക്ഷണത്തിനും വസ്ത്രത്തിനും പശു വൃഷ മഹിഷ്യാദി ജന്തുക്കൾക്കും തൻ്റെ പൗരുഷങ്ങളെ പ്രകടമാക്കുന്നതുമായി അതിനുവേണ്ടി ധനം ചെലവഴിക്കുന്നതിനുമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇടവം ലഗ്നം തുടങ്ങി 12 രാശികൾ ഭാവങ്ങളായിട്ട് വന്നാലുള്ള ഗുണദോഷ ഫലങ്ങൾ. ഹരിയും ഹരിയും ഹരിയും.